പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 1:14. അതായത് ആദിമ സഭ എങ്ങനെയാണ് സുവിശേഷം അതിശക്തമായ വിധത്തിൽ പ്രഘോഷിച്ചത് എന്നാണ്, എങ്ങനെയാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് എന്നാണ് വചനം പറയുന്നത്. ഇവർ, അതായത് അപ്പസ്തോലന്മാർ, ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അതായത് ഏക മനസ്സോടെയാണ് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോഴും ഏക മനസ്സാണ്. അപ്പസ്തലന്മാർ തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നു, പരിശുദ്ധ അമ്മയായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു, അതുപോലെ സഹോദരിമാരുടെ വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിൽ ഏക മനസ്സോടെ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു എന്ന് പറയുമ്പോൾ, ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സുകൾ വിഭജിതമാണ്. നമ്മുടെ മനസ്സുകളെല്ലാം വിഭജിക്കപ്പെട്ട അവസ്ഥയിലാണ്. കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ 5 പേര് 6 പേരാണ് കുടുംബത്തിലുള്ളത്. അവർ തന്നെ ഒരൈക്യമില്ല. ആ ഒരു അനൈക്യമാണ് യൂണിറ്റിലേക്ക് വരുമ്പോൾ, ആ ഒരു അനൈക്യമാണ് ഇടവക സമൂഹത്തിലേക്ക് വരുമ്പോൾ, ആ ഒരു അനൈക്യമാണ് ചിലപ്പോഴെങ്കിലും അത് സഭയുടെ ഓരോ പ്ലാറ്റ്ഫോം വലുതാവും തോറും ഈ അനൈക്യം കൂടി വരും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഏക മനസ്സോടെ കർത്താവിനെ ആരാധിക്കാത്തിടത്തോളം കാലം ആ സഭ വളരില്ല എന്ന് മാത്രമല്ല, അത് ഇറ്റ്സ് എ ഡൈയിങ് ചർച്ച്, അത് മരിച്ചുകൊണ്ടിരിക്കുന്ന സഭയായിട്ട് മാറും. അതുകൊണ്ട് ആദിമ കാലഘട്ടത്തിൽ ആദിമ സഭ വളർന്നത് ഏക മനസ്സോടെ അമ്മയുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ്. ഇന്നും നമ്മുടെ കുടുംബങ്ങൾ എത്ര വിഭജിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും, കർത്താവെ, ഏക മനസ്സോടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, ഒരുമിച്ച് ഒരു ഹൃദയത്തോടെ ബലിയർപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് ഒരാൾ കുടുംബത്തിൽ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അവിടെ വിടുതലുണ്ടായിരിക്കും. ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ന് നമ്മുടെ സെൻറ്റ് മേരീസ് ധ്യാനകേന്ദ്രം പഴുവിൽ ഒരു വർഷമായില്ലേ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് വചന ശുശ്രൂഷയ്ക്കായിട്ട് പോകുന്നുണ്ട്. ഒരു 10:45 തുടങ്ങി അവിടെ ഒരു 12 മണി വരെയുള്ള സമയത്ത് അച്ഛൻ വചന ശുശ്രൂഷയ്ക്ക് പോകും. നിങ്ങൾ പ്രത്യേകമായിട്ട് നമ്മളുടെ യൂട്യൂബൊക്കെ ശരിക്കും അവിടെ നിന്നാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ ആരംഭം നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനകേന്ദ്രത്തിന് വേണ്ടി നിങ്ങളൊന്നൊരു രഹസ്യം ചൊല്ലി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.